Meet the editors. പാർട്ടി ഒപ്പമുണ്ടോ എന്നാണ് ചോദ്യം. ബാലകൃഷ്ണൻ, പാർട്ടി അതിനെ പ്രതിരോധിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളി, വിൻസെന്റ് സമാനമായ കാര്യങ്ങളിൽ ഇങ്ങനെ ആരോപണം പുറത്തു വരുമ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ അന്നത്തെ സർക്കാർ, ഇപ്പോൾ വീണ ജോർജ് പറയുന്നത് കേട്ടാൽ അന്നത്തെ സർക്കാർ അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ലല്ലോ എന്നാണ്. എത്ര ദുർബലമായ വാദമാണ്. പാർട്ടി ഒപ്പമുണ്ടോ മുകേഷിനൊപ്പം? യഥാർത്ഥത്തിൽ മുകേഷിൻ്റെ കാര്യത്തിൽ CPM സർക്കാരും ഒക്കെ ഒരു വെട്ടിലായി എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ പ്രതിഷേധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4.5 വർഷമായി ആ റിപ്പോർട്ട് പൂർത്തിവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പൂർത്തിവെച്ചു. ആരെയൊക്കെയോ സംരക്ഷിക്കാനും ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിൻ്റെ ഫലമായി വളരെ പ്രധാനപ്പെട്ടൊരു തൊഴിൽ മേഖലയിൽ നടന്നിരുന്ന ലൈംഗിക ചൂഷണം അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഒരു നിശബ്ദത പാലിച്ചു എന്ന ആരോപണം ഓൾറെഡി CPM സർക്കാരും നേരിടുന്നുണ്ട് അല്ലേ. അതിന് തൊട്ടു പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരു ഓർഗനാണ്. ആ ഓർഗൻ്റെ നേതൃത്വത്തിലുള്ള അക്കാദമി സെക്രട്ടറിയാണ് ആദ്യം ആരോപിതനായി ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട് രാജിവെക്കേണ്ടി വന്നത്. അതൊരു ചെറിയ സാഹചര്യമാണോ? ഇപ്പോൾ രഞ്ജിത്ത് തന്നെ അവകാശപ്പെട്ടുള്ള അദ്ദേഹം SFIയുടെ പ്രവർത്തകനായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടിയുടെ അംഗമാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു ഇടതുപക്ഷ അനുഭാവിയും ഇടതുപക്ഷ സഹയാത്രികനുമായിരുന്നല്ലോ രഞ്ജിത്ത്. അതുകൊണ്ടാണല്ലോ രഞ്ജിത്തിനെ പോലെ ഒരാളെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് CPM സംസ്ഥാന സർക്കാരും നിയോഗിച്ചത്. അപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആദ്യം ഉരുണ്ട തലയെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായ രഞ്ജിത്ത് രാജിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ചെറിയൊരു തിരിച്ചടിയാണോ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം? ഇപ്പോൾ രണ്ടാമത് വരുന്നൊരു പ്രശ്നം എന്താണ്? സിദ്ദിഖ് ഓഫ് കോഴ്സ് രാജിവെച്ചുവെങ്കിലും ഈ പറയുന്ന മുകേഷ് ആരാണ്? മുകേഷ് പാർട്ടിയുടെ ഒരു അനുഭാവിയാണ് അഥവാ സഹയാത്രികനാണ് എന്ന് പറയുമ്പോൾ പോലും 2016 ഈ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിലല്ലേ മുകേഷ് കൊല്ലത്ത് മത്സരിച്ചത്? 2021 അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലല്ലേ മത്സരിച്ചത്? ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 അദ്ദേഹം മത്സരിച്ചതും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെയല്ലേ. അപ്പോൾ CPMൻ്റെ സഹയാത്രികനായിരിക്കുമ്പോഴും ഈ 99 MLA-മാരിൽ, ഭരണകക്ഷി MLA-മാരിൽ ഒരാൾ തന്നെയാണ് മുകേഷ് എന്ന് പറയുന്നയാൾ. അപ്പം വീണ്ടും മുകേഷിന് രാജിവെക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനുണ്ടാകുന്ന തിരിച്ചടി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ? ഹേമ കമ്മിറ്റി പോലൊരു റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ ആദ്യം ഉരുണ്ടു വീഴുന്ന തലകളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുറിച്ചു മാറ്റപ്പെടുന്ന തലകളെന്ന് പറയുന്നത് ഭരണകക്ഷിയിൽ നിന്ന് തന്നെ ആകുമ്പോൾ അത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, CPM സംബന്ധിച്ചിടത്തോളം അതത്ര എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ മുകേഷിൻ്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ CPM പെട്ടുപോയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ MLA സ്ഥാനം രാജിവെക്കുന്നു എന്ന് വിചാരിക്കുക, കൊല്ലത്തൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമല്ലോ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വരാൻ കഴിയുമെന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ CPMന് ആലോചിക്കാൻ കഴിയുമോ? ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെ CPM തോൽക്കുകയും ചെയ്താലുള്ള ഒരു പ്രശ്നം എന്താണ്? വലിയൊരു ജനകീയ പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനമായിട്ടല്ലേ അത് വിലയിരുത്തപ്പെടുക? ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് CPM പ്രതിരോധത്തിലായി പോവില്ലേ? അങ്ങേയറ്റം പ്രതിരോധത്തിലായി പോകുന്നൊരു സാഹചര്യത്തെ ആ പാർട്ടി ഇഷ്ടപ്പെടുന്നുണ്ടോ, സർക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇത് മുകേഷിനോടുള്ളൊരു താല്പര്യത്തിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. മറിച്ച് ഇപ്പോൾ CPM അതുപോലെ തന്നെ സർക്കാരും പെട്ടുപോയിട്ടുള്ളൊരു പ്രതിസന്ധിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലൊരു സുരക്ഷാ കവചം ഇപ്പോൾ തൽക്കാലം മുകേഷിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ CPI ഒക്കെ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിരുന്നല്ലോ. പക്ഷേ ഇന്നെന്താ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്? എന്തിനാണ് തിടുക്കം, എന്തിനാണ് ധൃതി കൂട്ടുന്നത് എന്നാണ്. അപ്പോൾ CPI പോലും ഈ പ്രശ്നത്തെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോൾ മുകേഷിന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പറയുന്ന ആരോപണത്തെ അംഗീകരിക്കുകയും ആരോപണ വിധേയനായ തനിക്ക് ഇനി ഒരു ജനപ്രതിനിധിയായി തുടരാനുള്ള അവകാശമില്ല, ധാർമ്മികമായ അവകാശമില്ല എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ആരോപണം ഉയർന്നാൽ ഉടനെ അതുമായി ബന്ധപ്പെട്ട് രാജിവെക്കണോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇപ്പോഴല്ല കേട്ടോ, വളരെ മുമ്പ് പത്രത്തിലൊരു പേര് അച്ചടിച്ച് വന്നാൽ മതി, അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പരാമർശം വന്നാൽ ഈ സംസ്ഥാനത്ത് മന്ത്രിമാർ രാജിവെക്കുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായാൽ അതിനൊന്നും മാനിക്കേണ്ടതില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ കാലഘട്ടം നമ്മൾ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ കീഴ്വഴക്കങ്ങളുടെ കാര്യം പറയുമ്പോൾ ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനം രാജിവെച്ചല്ലേ? അന്ന് MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല, പക്ഷേ മന്ത്രിസ്ഥാനം രാജിവെച്ചു അല്ലേ? അതേപോലെ തന്നെ EP ജയരാജനെതിരായിട്ട് നെപ്പോട്ടിസത്തിൻ്റെ പേരിൽ പ്രശ്നം വന്ന സമയത്ത് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചില്ലേ? അപ്പോഴും MLA സ്ഥാനം രാജിവെച്ചില്ല. ഒരു പദവി പക്ഷേ രാജിവെക്കുന്നുണ്ട്. അതേപോലെ തന്നെ KM മാണിക്കെതിരെ പരാമർശമുണ്ടായല്ലോ കോടതിയുടെ. KM മാണി ബാർക്കോഴ കേസിൽ രാജിവെച്ചില്ലേ? KB ഗണേഷ് കുമാറിനെതിരെ ഒരു സ്ത്രീ പോയിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തല്ലോ. അന്ന് KB ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ചില്ലേ? KT ജലീൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണല്ലോ ലോകായുക്തിൽ നിന്ന് ഒരു പരാമർശം വന്നപ്പോഴത്തേക്കും ജലീൽ രാജിവെച്ചിട്ടില്ലേ? ഇവരാരും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവരിരുന്നൊരു പദവി അവർ രാജിവെച്ചിട്ടുണ്ട്. ഇവിടെ
MLA മാത്രമാണ് ഇയാൾ, ഈ പറയുന്ന മുകേഷ് എന്ന് പറയുന്ന ആൾ. MLA ആയിരിക്കുന്ന മുകേഷിനെതിരായിട്ടൊരു ആരോപണം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന കീഴ്വഴക്കങ്ങളുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾ രാജിയൊന്നും വെക്കേണ്ട കേട്ടോ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു, ഏത് ചേരിയിൽ നിൽക്കുന്നു, ആ ചേരി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ധാർമ്മികതയുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിലുടനീളം, രാഷ്ട്രീയ ചരിത്രത്തിലുടനീളം വലിയ ശക്തമായ ധാർമ്മികത എന്ന് പറയുന്നത് ഇടതുപക്ഷ ധാർമ്മികതയാണ് ഇപ്പോഴും. ആ ഇടതുപക്ഷ ധാർമ്മികതയുടെ പേരിൽ ഇന്നിപ്പോൾ എന്താ പ്രശ്നം എന്നറിയാം, ഇതൊരു അഴിമതി ആരോപണമല്ലെന്നേ, ഏതെങ്കിലും ഒരു തരത്തിലുള്ള നെപ്പോട്ടിസത്തിൻ്റെയോ അഴിമതിയോ ഒന്നും പ്രശ്നമല്ല. ഇത് ലൈംഗിക ചൂഷണം നടത്തിയെന്നുള്ളതാണ് ആരോപണം എന്ന് പറയുന്നത്. ആ ആരോപണം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമില്ല. പണ്ട് പി.ടി. ചാക്കോ രാജിവെച്ച് ഓർമ്മയുണ്ടല്ലോ, ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നിട്ടുള്ള ചരിത്രമുണ്ട് പി.ടി. ചാക്കോയ്ക്ക്. ഇതുപോലെ ലൈംഗിക ആരോപണത്തിൻ്റെ പേരിലാണ് പി.ടി. ചാക്കോയ്ക്ക് രാജിവെച്ച് പോകേണ്ടി വന്നത്. അങ്ങനെയൊക്കെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൻ്റെ ഒരു തുടർച്ചയിൽ ഇടതുപക്ഷ ധാർമ്മികതയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് സമൂഹത്തോട് വേറൊരു തരം ബാധ്യതയുണ്ട്. അവർ സമൂഹത്തിൽ വേറൊരു തരം മാതൃകകളാണ്. ആ അർത്ഥത്തിലൊക്കെയാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് മുകേഷ് സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അഥവാ ഇപ്പോൾ CPM വന്നുപെട്ടിരിക്കുന്ന, സർക്കാർ വന്നുപെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈ സമയത്ത് പിന്നെ മുകേഷിനെ ഒരു സമ്മർദ്ദത്തിലാക്കി രാജിവെപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു പാപഭാരം ഏറ്റെടുത്ത് വയ്ക്കാൻ CPM ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. മറുപക്ഷത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ഇപ്പം ഈ മറുപക്ഷം എന്താണെന്നറിയോ, ഈ പ്രതിപക്ഷം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിചിത്രമായ ആർഗ്യുമെൻ്റാണ്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരായിട്ട് ആരോപണം ഉണ്ടായപ്പോൾ അന്ന് NV ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഈ ആരോപണം വളരെ ഗൗരവകരമുള്ള ആരോപണമാണ്, പക്ഷേ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആ പാർട്ടിയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് അന്ന് ഞങ്ങൾക്കിങ്ങനെ ഒരു വിട്ടുവീഴ്ച ഞങ്ങളോട് ചെയ്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ആ പാർട്ടി തീരുമാനിച്ചോട്ടെ എന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം കാണിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും തലത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളൊക്കെ ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളല്ലേ, നിങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്കിടയിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായിട്ട് ഇത് മാറുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായ ഒരു സാഹചര്യമാണ്. അതിനെയാണ് ഞാൻ ഏറ്റവും അപകടകരമായിട്ട് കാണുന്നത്. ഞങ്ങൾക്കൊരു സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും പ്രതിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഞങ്ങളും പ്രതിഷേധിക്കുന്നില്ല. ഇവിടെ വേറെ ആളുകളാണ് കേട്ടോ പ്രതിഷേധമൊക്കെ ആയിട്ട് മുകേഷിനെതിരായിട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെയാണ്. ഇപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു അത് ആ പാർട്ടിയുടെ കാര്യമാണ്, ആ പാർട്ടി തീരുമാനിക്കട്ടെ എന്നതാണ്. അത്തരത്തിലുള്ളൊരു പാലമിടൽ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നുമില്ല. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുകേഷിന് തൽക്കാലം രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു സാഹചര്യം തുറന്നത് CPM ഇതിൻ്റെ ഒരു പാപഭാരം ഏറ്റെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു പ്രതിച്ഛായ പ്രതിസന്ധി ഉണ്ടാവരുത്, സർക്കാരിനൊരു പ്രതിച്ഛായ പ്രതിസന്ധി ഉണ്ടാവരുതെന്ന് അവർ വിചാരിക്കുന്നിടത്തോളം കാലം മുകേഷ് സംരക്ഷിക്കപ്പെടും. ഇനി അതിനപ്പുറത്തേക്ക് പ്രതിഷേധങ്ങൾ കടുക്കുകയും ഇതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെ വിഷയമായി ഉയർന്നു വരികയും ചെയ്താൽ ഞാൻ വിചാരിക്കുന്നില്ല അധികകാലം മുകേഷിനെ സംരക്ഷിച്ച് നിർത്താൻ CPMന് കഴിയുമെന്ന്. എന്തായാലും അത് ഈ അടുത്ത ഒരാഴ്ചയ്ക്കുള്ള അത്തരം കാര്യങ്ങളിനകത്തൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്മൃതി, പാർട്ടി ഒപ്പമുണ്ട് എന്നുള്ളതാണ് തുടക്കം മുതൽ നൽകുന്ന സൂചന. അതിപ്പോൾ മുകേഷിനൊപ്പമായാലും അതെ, രഞ്ജിത്തിനൊപ്പമായാലും അതെ, മന്ത്രി സജി ചെറിയാൻ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ആരോപണമുയർന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകൻ എന്നുള്ളതാണ്. ആ പ്രതികരണം നടത്തിയ ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന അതിലും ഗുരുതരമായ ആരോപണമാണല്ലോ. അപ്പോൾ ആ ആരോപണം വരുന്ന ഘട്ടത്തിൽ എന്താണ് നിലപാടെന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ സജി ചെറിയാൻ ഇന്ന് പോലും ഈ സിനിമാ നയരൂപീകരണ സമിതിയുടെ കാര്യത്തിൽ പാർട്ടി ആവശ്യപ്പെടുന്നത് അദ്ദേഹം മാറി നിൽക്കണം എന്നാണ് നമ്മൾ ഇന്നലെ മുതൽ കൊടുക്കുന്ന വാർത്ത. പാർട്ടിക്ക് അകത്തുനിന്നുള്ള കിട്ടുന്നൊരു വിവരങ്ങളാണല്ലോ. പക്ഷേ പാർട്ടി അത് ആവശ്യപ്പെട്ടിട്ടും മുകേഷ് ഇതുവരെ മാറിയിട്ടില്ല. ഇന്ന് മന്ത്രി സജി ചെറിയാൻ്റെ പ്രതികരണം കണ്ടല്ലോ. നയരൂപീകരണ സമിതി 11 അംഗ നയരൂപീകരണ സമിതി എന്നുള്ളത് നക്കൽ തയ്യാറാക്കാൻ മാത്രമുള്ളവരാണ്. അത് സ്വാഭാവികമായിട്ടും സർക്കാരും മന്ത്രിസഭയും തന്നെയാണ് തീരുമാനിക്കുക. പക്ഷേ എന്തിനാണ് നയരൂപീകരണ സമിതി? ആ നയരൂപീകരണ സമിതിയിൽ ഇരിക്കാൻ അർഹനാണോ മുകേഷ് എന്ന ചോദ്യമാണല്ലോ ഉയരുന്നത്. ഇപ്പോൾ ഉയരുന്ന ആരോപണം ഒരു ബ്ലാക്ക്മെയിലിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു എന്നൊക്കെയാണ് മുകേഷ് പറയുന്നത്. എങ്ങനെയുള്ളവരെയാണ് ബ്ലാക്ക്മെയിൽ ചെയ്യുക? ആരുമായിട്ട് ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എങ്ങനെയുള്ളവരുമായിട്ടാണ് ഇവർക്കൊക്കെ സംസർഗം? അല്ലേ? ഇതിനു മുമ്പുള്ള സംഭവങ്ങൾ, ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ്, അന്ന് മാധ്യമപ്രവർത്തകയായിരുന്ന മന്ത്രി വീണ കുര്യാക്കോസ് ആയിരുന്നു അന്ന്. വീണ നടത്തിയ അഭിമുഖത്തിൽ വീണയോട് മുകേഷിൻ്റെ ആദ്യ ഭാര്യ താൻ അനുഭവിച്ച പീഡനങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് സഹാനുഭൂതിയോടെ നിന്ന മാധ്യമപ്രവർത്തക മന്ത്രിയുടെ കുപ്പായം ധരിക്കുമ്പോഴേക്കും വേറൊരു രൂപത്തിലേക്കാവുകയാണ്. ഇന്ന് മന്ത്രിയുടെ പ്രതികരണം കണ്ടല്ലോ. എൽദോസ് കുന്നപ്പള്ളി, M. വിൻസെൻ്റ് തുടങ്ങിയ കാര്യങ്ങൾ തിരിച്ചു പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാകുന്നു, വനിതാ നേതാവല്ല, വെറും രാഷ്ട്രീയ നേതാവാകുന്നു. അപ്പോൾ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് പഴയ കാലത്ത് എടുക്കേണ്ട ഒരു കാര്യമായിരുന്നു, ഇന്ന് എടുക്കേണ്ടതല്ല എന്നുള്ളത് CPM ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ട പാർട്ടിയിലെ തന്നെ ഒരു വനിതാ യുവ നേതാവ് കൊടുത്ത പരാതിയിൽ ശശിയുടെ കാര്യത്തിൽ എടുത്ത നിലപാട് നമുക്കറിയാമല്ലോ, തീവ്രത.
നിങ്ങൾ ഉദ്ദേശിക്കുന്ന തീവ്രതയില്ല. നമ്മൾ പുറത്തേക്ക് കേട്ടത് മാത്രമാണ് AK ബാലൻ്റെ ആ പ്രതികരണം. ആ പെൺകുട്ടിയോട്, പാർട്ടിയിലെ ആ പ്രവർത്തകയോട് എത്ര മോശമായിട്ട് AK ബാലൻ പ്രതികരിച്ചു എന്നതിൻ്റെ തെളിവുകൾ അടക്കം അന്ന് വന്നിരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പാർട്ടിയിലെ തന്നെ വനിതാ നേതാക്കളോട് പാർട്ടി എടുത്തിട്ടുള്ള സമീപനം എന്നുള്ളത് നമ്മുടെ മുന്നിലാണ്. മാത്രമല്ല പാർട്ടി കോടതിയാണത് തീരുമാനിക്കുകയാണ്. ഇത് പാർട്ടി കോടതിക്ക് തീരുമാനിക്കാൻ പറ്റില്ല, കാരണം ഇത് പാർട്ടി അംഗമല്ല, പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച വ്യക്തിയാണ്. അപ്പോൾ മുകേഷിന് മുഴുവൻ പിന്തുണയും പാർട്ടി കൊടുക്കുന്നു. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവിടെ ജയിച്ച് കയറാനുള്ള സാധ്യത കുറവാണ് എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. മറ്റൊന്ന്, ഈ അഭിമാനപൂർവ്വം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി, ഇങ്ങനെ ഒരു കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കിയില്ലേ എന്ന് പറയുന്നു. അതിപ്പോൾ അതാ മറ്റു സംസ്ഥാനങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. തമിഴ്നാട്ടിൽ നിന്നും നടികർ സംഘത്തിൻ്റെ പ്രതികരണം വരുന്നു. ഇവിടുത്തെ AMMA പോലെയാണ് അവിടെ നടികർ സംഘം. അവിടുത്തെ സർക്കാരല്ല പറഞ്ഞത്, നടികർ സംഘമാണ് പറഞ്ഞത് ഇങ്ങനെയൊരു കമ്മിറ്റി രൂപീകരിക്കുമെന്ന്. ഇവിടെ AMMA അല്ലല്ലോ പറഞ്ഞത്, അവിടെ നടികർ സംഘമാണ് പറഞ്ഞത് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും 10 ദിവസത്തിനുള്ളിൽ കമ്മിറ്റി രൂപീകരിക്കുന്നു. മാത്രമല്ല ഇങ്ങനെ പീഡിപ്പിക്കുന്നവരുടെ മുഖത്ത് ചെരുപ്പൂരി അടിക്കണമെന്നൊക്കെയാണ് വിശാൽ എന്ന നടൻ പറഞ്ഞിരിക്കുന്നത്. 10 ദിവസത്തിനകം വേണം എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഒരു ആവശ്യം പറയും. ഇത് രൂപീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞായിട്ട് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് പറഞ്ഞത്. അത് ഇവർ ആവശ്യപ്പെടുന്നു എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്, സർക്കാർ എന്നല്ല. പക്ഷേ തമിഴിലും ഒരുപാട് പീഡന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗായിക ചിന്മയി അടക്കം പല വെളിപ്പെടുത്തൽ നടത്തിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഖുഷ്ബു പറഞ്ഞിട്ടുണ്ട്. ഖുഷ്ബുവിന് പിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അനുഭവിച്ച കാര്യങ്ങളാണ് ഇതിലൊക്കെ. പക്ഷേ ആ സമയത്തൊക്കെ ആ ഇൻഡസ്ട്രി ആർക്കൊപ്പം നിന്നിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പക്ഷേ ഇത്തരം ഇതര ശബ്ദങ്ങൾ, ഇങ്ങനെയൊക്കെ വേണ്ടതുണ്ട് എന്നുള്ള ശബ്ദങ്ങൾ മറ്റ് മേഖലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമാണ്. പക്ഷേ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ അവിടെ നിൽക്കുകയാണ് നമ്മുടെ സർക്കാർ എന്നുള്ള യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുമ്പോൾ, മുകേഷിന് ഇപ്പോൾ പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തോട്, മലയാള സിനിമയിലെ സ്ത്രീകളോട്, നടിമാരോട്, അല്ലെങ്കിൽ നടിമാർ മാത്രമല്ല, മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളോട് എന്താണ് സർക്കാർ പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതായത് സ്ത്രീപക്ഷ നിലപാട്, സ്ത്രീകൾക്ക് എന്താ പറയുക, സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീകൾക്കുള്ള നീതി നിഷേധവുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവത്തിലുള്ള റിപ്പോർട്ട് സർക്കാരിൻ്റെ പക്കൽ നിൽക്കുമ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സർക്കാർ ഒന്നും ചെയ്യാതെ ഞങ്ങളുടേത് ഒരു സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പുറത്തെ പ്രതിഷേധങ്ങളിലുമുണ്ട് 2 സ്വരം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം അത് CPM തീരുമാനിക്കേണ്ടതാണ് എന്ന് VD സതീശൻ പറഞ്ഞ് നമ്മൾ ചർച്ചയിലടക്കം അതൊക്കെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ VD സതീശൻ അതൊന്ന് തിരുത്തുന്നുണ്ട്. ഇന്നത്തെ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, മാറി നിൽക്കണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്നുള്ളതാണ്. പക്ഷേ വ്യാപകമായ ഉചിതം അതൊക്കെ ആ വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മുടെ പാർട്ടിയിലുമുണ്ട് എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ പ്രതിഷേധങ്ങൾ പുറത്ത് നന്നായി പോകുന്നുണ്ട്. BJPയുടെ കാര്യത്തിൽ വരുമ്പോൾ BJP സംസ്ഥാന നേതൃത്വം ശക്തമായി ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നു. യുവമോർച്ചയുടെ പ്രതിഷേധമൊക്കെ ഇന്ന് കൊല്ലത്തെ വ്യത്യസ്ത പ്രതിഷേധമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതേസമയം പാർട്ടിയുടെ ഭാഗമായ കേന്ദ്രമന്ത്രി എന്താണ് പ്രതികരിച്ചത്? കോടതി പറയട്ടെ എന്നുള്ളതാണ്. അതായത് CPM-ൻ്റെയും ഇടത് സർക്കാരിൻ്റെയും അഭിപ്രായം തന്നെ അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി BJP നേതാവ് എടുക്കുന്നു എന്നുള്ളതാണ്. കോടതി പറയട്ടെ എന്ന നിലപാടെടുക്കുന്നു. അപ്പോൾ അതാണോ BJP നിലപാട്? അല്ല. അപ്പോൾ അവിടെയും 2 സ്വരം. CPIയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു, CPIക്ക് അതിശക്തമായ പ്രതികരണങ്ങൾ നമ്മൾ ആനി രാജയിൽ നിന്ന് കേട്ടു. ബിനോയ് വിശ്വം ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞു, പ്രകാശ് ബാബു പറഞ്ഞു. അതിനുശേഷം ഇന്ന് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. ആ യോഗം ചേരുമ്പോൾ നമുക്ക് നമ്മുടെ നിലപാടിനൊപ്പം നിൽക്കാം, പക്ഷേ അതേസമയം CPM-നെ പ്രതിരോധത്തിലാക്കണ്ട, അവരോട് നമ്മുടെ നിലപാടാണ് ഇതെന്ന് പറയാം, പക്ഷേ ഇനി പുറത്ത് പറയണ്ട. അപ്പോൾ ആനി രാജയ്ക്ക് പോലും ഇനി പുറത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ മുകേഷിനെ അങ്ങ് പിന്തുണയ്ക്കട്ടെ എന്ന്, ഒപ്പം നിൽക്കട്ടെ. കേരളം കാണുന്നുണ്ട്, സമൂഹം കാണുന്നുണ്ട്. അതിൻ്റെ അവസാനം എന്താകും നമുക്കറിയാം. കോടതി എന്തായാലും 10-ാം തീയതി ഇക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുമല്ലോ, മൊത്തത്തിലൊരു തീരുമാനമെടുക്കുമല്ലോ. ഓക്കെ, നമുക്ക് ഈ ചർച്ച തുടരുന്നതിനോടൊപ്പം ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. സംവിധായകൻ VK പ്രകാശിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. കൊല്ലം പള്ളിത്തോട്ടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. 354A സെക്ഷൻ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. VK പ്രകാശ് വിളിച്ചു വരുത്തി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി പെരുമാറി എന്നാണ് പരാതി. കഥാകൃത്തിൻ്റെ പരാതിയാണ്. ആ കഥാകൃത്തിൻ്റെ പരാതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 354 ചുമത്തിയിരിക്കുന്നു. 10-ാമത്തെ കേസാണ്. ഈ പരാതികളിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന 10-ാമത്തെ കേസാണ് VK പ്രകാശിനെതിരെയുള്ളത്. ഈ VK പ്രകാശിനെതിരെ കഥാകൃത്തി പരാതി ഉന്നയിക്കുമ്പോൾ ആ പരാതി റിപ്പോർട്ടർ വാർത്തയാക്കിയത് ഷെയർ ചെയ്തുകൊണ്ട് സുധീശരണ്യം എന്ന സംവിധായികയും സമാനമായ അനുഭവത്തിലൂടെ താൻ കടന്നുപോയിട്ടുണ്ടെന്നും അത് സിനിമയുടെ തിരക്കഥയിൽ താൻ ആ രംഗം എഴുതി ചേർത്തിട്ടുണ്ടെന്നും നമ്മളോട് പറഞ്ഞതാണ്. VK പ്രകാശിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. നേരത്തെ VK പ്രകാശിനോട് പ്രതികരണം ആരാഞ്ഞിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സർക്കാരിൻ്റെ
സർക്കാരിനോടും അഭിപ്രായം തേടിയിരുന്നു ഈ വിഷയത്തിൽ. കേസെടുത്തത് 10ാമത്തെ കേസാണ്, പക്ഷേ പരാതികൾ ലഭിച്ചിരിക്കുന്നത് 16-17 പരാതികളാണ്. നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് എൻ്റെ നിലപാട് ഈ വിഷയത്തിൽ പാർട്ടി ഒപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ പാർട്ടി ഇപ്പോഴും ഒപ്പമുണ്ട്, മുകേഷ് MLA ഒപ്പമാണ് എന്നത് തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിൽ CPI പോലും അവരുടെ ശബ്ദം നേർപ്പിക്കുന്നു. ഇടതുമുന്നണി തന്നെ ഇപ്പോൾ MLAക്കൊപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം ഈ ചർച്ചകളിൽ എനിക്കൊരു സന്ദേഹമുള്ളത്, നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്മേലുള്ള വെളിപ്പെടുത്തലുകളും ചർച്ച ചെയ്യുമ്പോൾ മുകേഷ് MLAയുടെ രാജിയിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്നുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. കാരണം ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിവിട്ടിരിക്കുന്ന വിശാലമായ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സാധ്യതയെ ഒരു MLAയുടെ രാജിയിലേക്ക് ചുരുക്കുകയാണോ നമ്മളടക്കം ചെയ്യുന്നത് എന്ന ആത്മവിമർശനം എനിക്കുണ്ട്. തീർച്ചയായും ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ MLA ഇതേപോലെയുള്ള ലൈംഗികാരോപണങ്ങളിൽ പെടുമ്പോൾ രാജിവെക്കണോ വേണ്ടതോ എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ധാർമ്മികമായി രാജിവെക്കുന്നു തന്നെയാണ് നല്ലത് എന്ന് നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തുന്ന പ്രശ്നങ്ങളെ ചുരുക്കി കാണിക്കാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ ശ്രമിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, പ്രതിപക്ഷ നേതാവിൻ്റെ ആണെങ്കിലും മറ്റു രാഷ്ട്രീയ നേതാക്കളുടെ ആണെങ്കിലും പ്രതികരണം ഒരൊറ്റ ആംഗിളിലേക്കാണ് പോകുന്നത്. MLA രാജിവെക്കാം. നോക്കൂ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അതിൽ ഉയർത്തിയിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. നമ്മളുടെ നാട്ടിലെ അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളിൽ ഏറെ ഗ്ലാമർ ഉണ്ടെന്ന് നമ്മൾ കരുതിയിരുന്നൊരു വിഭാഗമാണ് സിനിമാ വ്യവസായം. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ 95% ആളുകൾ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ അതിനൊരു തുല്യ ശക്തിയായി നിൽക്കുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടത്ര തൊഴിലവകാശമുണ്ടോ, തൊഴിലിടങ്ങളിൽ അവർക്ക് വേണ്ടത്ര തുല്യത കൽപ്പിക്കപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. സർക്കാർ ഓഫീസുകളിൽ കൃത്യമായി നിങ്ങൾക്ക് തൊഴിൽ വിവേചനം ആ അർത്ഥത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇല്ലാതെ വരുമ്പോൾ ബാക്കിയുള്ള തൊഴിലിടങ്ങളിൽ തൊഴിലവകാശം നിഷേധിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ചിത്രമായിരുന്നു ഇത്. ഈ നിലയിലേക്ക് ചർച്ചകൾ പരുവപ്പെടാതിരിക്കുകയും പകരം അതൊരു MLA രാജിവെക്കുക എന്ന നിലയിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങൾ മാത്രം എടുക്കുന്ന നിലപാടല്ല, രാഷ്ട്രീയ പാർട്ടികൾ കൂടിയ ചർച്ചയെ ചുരുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യവഹാരങ്ങളെയും ചർച്ചകളെയും സംവാദങ്ങളെയും എന്തുദ്ദേശത്തിലാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വന്നത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഘടകവിരുദ്ധമായി കൊണ്ടുപോകുന്നു എന്നൊരു സംശയം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. പലതരത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ച സാധ്യതകളെ നമ്മൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നാണ്. അതിലൊന്ന്, ഈ വലിയ ഗുരുതരമായ ആരോപണങ്ങളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുകയും അതിന്മേലുള്ള ചർച്ച 5 വർഷം വൈകിപ്പിക്കുകയും ചെയ്ത സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാടാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടത്. മുകേഷ് MLA രാജിവെക്കുമോ രാജിവെക്കേണ്ടതില്ല എന്നുള്ളത് രണ്ടാമത്തെ സാധ്യത മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ മുകേഷ് MLA ഒരു MLA മാത്രമാണ്, ഏതെങ്കിലും എക്സിക്യൂട്ടീവ് പദവി അദ്ദേഹം കൈവരിക്കുന്നില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയുടെ നക്കൽ ഉണ്ടാക്കാൻ സാംസ്കാരികാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കരട് കമ്മിറ്റി, ആ കരട് കമ്മിറ്റിയിലെ അംഗത്വം രാജിവെക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. അതെന്തുകൊണ്ട് വൈകുന്നു എന്ന കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സംശയമുള്ളത്. MLA എന്ന നിലയിൽ അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം രണ്ടാമതാണ്. കാരണം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായി ഒരു എക്സിക്യൂട്ടീവ് അധികാരം അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ മന്ത്രി പദവിയുള്ളവർ, മറ്റേതെങ്കിലും പദവികളിലുള്ളവർ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുള്ളവർ ഒക്കെ രാജിവെച്ചതിൻ്റെ കാരണം അവർ എക്സിക്യൂട്ടീവ് പദവി കൈകാര്യം ചെയ്തിരുന്നവരാണ് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഒരു മെമ്പർ എന്ന നിലയിൽ, ഒരു ലെജിസ്ലേറ്റീവ് അംഗം എന്ന നിലയിൽ അത് അദ്ദേഹം ലൈംഗികാരോപണം നേരിടുമ്പോൾ അത് അദ്ദേഹം തന്നെ നേരിടട്ടെ എന്ന നിലപാടാണ് പാർട്ടി എടുക്കുന്നത്. അതൊരു രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമാണ്, അത് ആ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. പക്ഷേ അത് ഉയർത്തുന്ന എല്ലാ ചർച്ചകളും ഒരൊറ്റ ആളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കാരണമായ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി മുകേഷ്, അതിലൊരാൾ മാത്രമാണ് മുകേഷ് എന്ന് ആലോചിക്കണം. മുകേഷ് ആ ആണധികാര രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. തീർച്ചയായും ആ പ്രതിനിധിക്ക് രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്, അത് അദ്ദേഹമാണ് ചെയ്യേണ്ടത്. അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പൂർണ്ണമായും പൊളിച്ചെഴുതാൻ കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കീഴ്വഴക്കങ്ങൾ മാറ്റിക്കൊണ്ട് വേണം വരാൻ. അങ്ങനെ കീഴ്വഴക്കം മാറ്റിക്കൊണ്ടാണല്ലോ രാജ്യത്താദ്യമായൊരു ചലച്ചിത്രത്തെ തൊഴിലവകാശ ലംഘനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. അങ്ങനെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടാണല്ലോ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 3 വനിതകൾ അന്വേഷണം നടത്താൻ ഇറങ്ങി തിരിച്ചത്. അങ്ങനെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചതുകൊണ്ടാണല്ലോ ചലച്ചിത്ര സംഘടനയിലെ മുഴുവൻ ആളുകളെയും അതിൽ ഉൾപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയതും ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തത്. പക്ഷേ അവിടം വരെ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചു. പിന്നീട് കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായി അത് പുറത്തുവിടാതിരുന്നു.
അതിന്മേൽ അടയിരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് രാജിവെക്കണോ വെക്കേണ്ടതില്ലേ എന്ന ചോദ്യം ആ പാർട്ടി എടുക്കണം. അത് ഇടതുപക്ഷത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ എൻ്റെ ആശങ്ക എന്ന് പറയുന്നത് എല്ലാ ചർച്ചകളും പ്രതിഷേധങ്ങളും മുകേഷ് MLA രാജിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് ഇതിൽ ചലച്ചിത്ര പ്രവർത്തകർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒട്ടനവധി ആശങ്കകളുണ്ട്. ഉദാഹരണത്തിന് തൊഴിലിൻ്റെ കാര്യത്തിൽ, ശുചിമുറിയുടെ കാര്യത്തിൽ, തൊഴിലവകാശ ലംഘനങ്ങളുടെ കാര്യത്തിൽ, അവിടെ നോർമലൈസ് ചെയ്യപ്പെട്ട അവിടെ കീഴ്വഴക്കം മാറിയ ആണധികാര പ്രയോഗങ്ങളുടെ കാര്യത്തിൽ, ലൈംഗിക ചൂഷണത്തിൻ്റെ കാര്യത്തിൽ, ഇത്തരം മേഖലകളിലൊക്കെ നിലനിൽക്കുന്ന പുഴുക്കുത്തുകളെ തിരിച്ചറിയാനും പകരം ഒരു ലിംഗനീതിയിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ, ഒരു നിയമനിർമ്മാണത്തെ, ഒരു ചട്ടനിർമ്മാണത്തിനുള്ള സാധ്യത അടയുകയാണോ എന്നൊരിക്കൽ സംശയമുണ്ട്. കാരണം എല്ലാ ചർച്ചകളും തെരുവുകളിൽ നിങ്ങളിപ്പോൾ പോരാടുന്നത് ഒരു പാർട്ടിയിലെ ഒരു MLA-ക്കെതിരെ, ഭരണകക്ഷിയിലെ ഒരു MLA-ക്കെതിരെയുള്ള പോരാട്ടമായി അതിനെ ചുരുക്കിക്കാണുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനും അപ്പുറത്തുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെയും എൻ്റെ നിലപാട്. പാർട്ടി ഒപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് പാർട്ടി ഒപ്പമുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഈ ചർച്ചകൾ ഏതെങ്കിലും തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ച വിഷയത്തെ പൂർണ്ണമായും അഡ്രസ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല അതൊരു പരിധിവരെ അട്ടിമറിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചവരുടെ ആരോപണങ്ങളെ ലഘൂകരിക്കുകയോ അതിനെ ദുർബലപ്പെടുത്തുകയോ ചെയ്യാൻ വേണ്ടി വ്യാജ ആരോപണങ്ങളുമായി ഒരു വിഭാഗം ആളുകൾ ഇറങ്ങുന്നു. അവരുടെ ഐഡൻറ്റിറ്റി തന്നെ വ്യാജമാവുന്നു. ഉദാഹരണത്തിന് നമ്മളുടെ ചർച്ചയിൽ നേരത്തെ കണ്ടതുപോലെ ഒരു പരാതിക്കാരി വന്ന് അവരുടെ ക്രെഡിബിലിറ്റി തന്നെ ഇല്ലാതെയാവുന്ന തരത്തിൽ വന്ന നുണകൾ പറയുന്നു. ആ നുണകളെ പിന്നീട് നമ്മൾക്ക് തുറന്നു കാട്ടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അത്തരത്തിലുള്ള ആരോപണങ്ങളിലൂടെ അവർ തന്നെ പ്ലാൻ ചെയ്യുന്നവരാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്ന തരത്തിൽ വേട്ടക്കാർ തന്നെ പ്ലാൻ ചെയ്യുന്ന ഒരുപക്ഷെ കപട ഇരകളായി നമ്മുടെ മുന്നിൽ എത്തുന്ന മനുഷ്യരുണ്ട്. ആ കപട ഇരകളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നതോടെ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയത്തെ നമ്മൾ മറികടന്നു പോകുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു തന്ത്രമാണ്. അതൊരു ഗറില്ല, നമ്മൾ ഈ ചൂണ്ടയിട്ട് കൊടുക്കുകയാണ്. ആ ചൂണ്ടയുടെ പിന്നാലെ പോകുന്നു. അങ്ങനൊരു ചൂണ്ടയായി ഈ വിഷയം മാറരുത് എന്നതാണ് എൻ്റെ നിലപാട്. അതേസമയം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്ത് എങ്ങനെയാണോ മാറിയത് അതേപോലെ ഈ കമ്മിറ്റിയുടെ അംഗത്വത്തിൽ നിന്നും മുകേഷ് ഒഴിയണം. അതൊരു അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയാണ്. രണ്ടാമത് എടുക്കേണ്ടത് പാർട്ടിയുടെ നിലപാടാണ്. കീഴ്വഴക്കങ്ങൾക്കും അപ്പുറത്തേക്ക് പാർട്ടിക്ക് അങ്ങനൊരു നിലപാടെടുക്കാൻ ആർജവമുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. പക്ഷേ ധാർമ്മികതയുടെ മുന്നിൽ ഇതൊരു തുടക്കമാണ്. ഈ പാർട്ടി അത്തരത്തിൽ ആരോപണം നേരിട്ട ഒരാളെയും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന നിലപാടെടുക്കേണ്ടത് പാർട്ടിയാണ്. അത് എടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇനി വരും ദിവസങ്ങളിൽ അറിയാം. ഞാൻ മനസ്സിലാക്കുന്നത് കോടതിയുടെ നിലപാട് ഇക്കാര്യത്തിൽ അറിയാൻ സർക്കാർ കാത്തു നിൽക്കുന്നു, പ്രത്യേകിച്ച് പാർട്ടി കാത്തു നിൽക്കുന്നു എന്നാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കുറ്റകൃത്യമാണ് ഈ ലൈംഗികാരോപണമായി വന്നിരിക്കുന്നത്. അതിന് തെളിവുകൾ കണ്ടെത്തുക ബുദ്ധിമുട്ടായിരിക്കും. മാത്രവുമല്ല ഒരു ഹണി ട്രാപ്പിൻ്റെ സാധ്യത ഈ മുകേഷ് തുറന്നു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വൈകി എന്ന് നമ്മൾ ചോദിച്ച ചോദ്യമാണ്. പക്ഷേ അപ്പോഴും അതിൻ്റെ തെളിവുകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ കോംപ്രമൈസ് ചെയ്യപ്പെട്ട ഒരാളുടെ പരാതിയിന്മേൽ MLA സ്ഥാനം രാജിവെക്കണോ എന്നൊരു ചോദ്യമുണ്ട്. ബാക്കിയുള്ള തെളിവുകളൊന്നും തന്നെ വന്നിട്ടില്ല. ബാക്കിയുള്ള കേസുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഗാർഹിക പീഡന നിയമവും ഗാർഹിക പീഡന പരാതിയും ഇപ്പോൾ നിലവിൽ മുകേഷിൻ്റെ ആദ്യ ഭാര്യയ്ക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് കാര്യത്തിൻ്റെ പുറത്ത് രാജിവെക്കണമെന്നൊരു ചോദ്യം മുന്നിലേക്ക് വയ്ക്കാൻ പറ്റും. ഡോക്ടർ അരുൺ പറഞ്ഞ 2-3 കാര്യങ്ങളോട് ഞാൻ വിയോജിക്കുന്നുണ്ട്. അത് അടുത്ത ഘട്ടത്തിൽ പറഞ്ഞെങ്കിൽ അല്ല ചർച്ച ഇപ്പോൾ വിയോജിക്കണോ വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, എന്തുകൊണ്ട് നമ്മൾ മുകേഷിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു പറയുന്നത് തെറ്റാണ്. നമ്മൾ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. മുകേഷിന്റെ കാര്യത്തിൽ നമ്മൾ ചർച്ചയെക്കുറിച്ചല്ല പറഞ്ഞത്. അതുണ്ട്, അത് ചെയ്യണമല്ലോ. കാരണം വെച്ചാൽ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് സർക്കാർ എന്താണ് ഈ വിഷയത്തിൽ നൽകുന്ന മെസ്സേജ് എന്നുള്ള ഏറ്റവും പ്രധാനമാണല്ലോ. സർക്കാർ നൽകുന്ന മെസ്സേജ് അവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുള്ളപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗുരുതരമായ ആരോപണം സിനിമാ മേഖലയിൽ നിന്നും ജനപ്രതിനിധിയായി എത്തിയിരിക്കുന്ന വ്യക്തിക്കെതിരെ വന്നിട്ടുള്ളത്. അപ്പോൾ സർക്കാർ എന്ത് മെസ്സേജാണ് നൽകുന്നത്? സർക്കാർ ചോദ്യം ചെയ്യപ്പെടേണ്ടേ? ഉറപ്പായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടേ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന വിഷയങ്ങളിൽ ഇന്ന് എത്ര നേതാക്കൾ, എത്ര രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു? ഒറ്റ ചർച്ചയല്ലേ ഉണ്ടായിട്ടുള്ളൂ? അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്നും ഇതിലെ പവർ ഗ്രൂപ്പ് പുറത്തു വരണമെന്നൊക്കെ ചിലരെങ്കിലും പറയുന്നു. അങ്ങനെ ചുരുക്കി കളയരുത്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരണമെന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു. അതാണ് ഒന്നാമത്തെ ആക്ട്. 2, അതുമായി ബന്ധപ്പെട്ട് വരേണ്ട റിയാക്ഷൻസ് വന്നിട്ടുണ്ട്. അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. കോടതി അത് സീൽ വെച്ച കവറിൽ വാങ്ങിക്കുന്നു. അതിനുശേഷം കോടതി അക്കാര്യത്തിലൊരു നിലപാടെടുക്കും. ഒരു സംശയവും വേണ്ട, ഹേമ കമ്മിറ്റി അങ്ങനെ ഇനി ഉപേക്ഷിക്കാൻ കഴിയില്ല. ഹേമ കമ്മിറ്റിയിൽ കണ്ടെത്തിയ
നടത്തിയിട്ടുള്ള കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഏത് സർക്കാരിനാണെങ്കിലും ഇനി നടപടികൾ എടുക്കേണ്ട ഒരു സാഹചര്യം പൊതുമണ്ഡലത്തിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതിനൊന്നും ആർക്കും തടയാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ പ്രശ്നം, മുകേഷ് എന്ന് പറയുന്ന ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധി ഒരു നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ്. ആ നിയമനിർമ്മാണ സഭയുടെ ഭാഗമായിരിക്കുമ്പോൾ അയാളും ഒരു പവർഫുൾ ആയിട്ടുള്ള ആളാണ്. ആ പവറിൻ്റെ ഏത് പവർ ഗ്രൂപ്പിനെയും നമ്മൾ എതിർക്കുന്നത് പോലെ തന്നെ ഈ പവറിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്കെതിരെ സ്വാഭാവികമായും അത് അയാൾക്കെതിരായിട്ടൊരു പ്രതിരോധം ഉണ്ടാകും. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കും. അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ തന്ത്രമാണ്. പക്ഷേ മുകേഷിനെ ഇപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യുന്നത്, നമ്മൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നു? മുകേഷിനെതിരായിട്ട് നേരത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗാർഹിക പീഡന ആ പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആ പരാതി അവരിപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. രണ്ട്, ഒരു സിനിമാ പ്രവർത്തക തന്നെ മീറ്റു ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. മൂന്നാമത് ഇപ്പോൾ ഒരാൾ വന്നിരിക്കുന്നു. അതിൻ്റെ ഹണി ട്രാപ്പാണോ അല്ലെങ്കിൽ അത് അവരുടെ കാര്യം അവർ പറയുന്ന ആരോപണങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിനെതിരായിട്ട് അലിഗേഷൻസ് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് ഒരു ഭരണകക്ഷിയുടെ ആളായിട്ട് കൂടി ഇരിക്കുന്നു. സോ നാച്ചുറലി ഹി വിൽ ബി ക്വസ്റ്റ്യൻഡ്. അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഞാൻ വെച്ചാൽ ഈ ഹേമ കമ്മിറ്റി റദ്ദാക്കി കളയുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളേ അല്ല ഇതൊന്നും. സിദ്ദിഖിൻ്റെ എതിരായിട്ട് പരാതി വരുമ്പോൾ സിദ്ദിഖ് ഒരു ഓർഗനൈസേഷൻ്റെ അമ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുകയാണ്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിട്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി വരുന്നതാണ്. എനിക്ക് ഒരു സംശയവുമില്ല, ഹേമ കമ്മിറ്റി കണ്ടെത്തിയ കാര്യങ്ങളും അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ ഇനി സർക്കാർ ബാധ്യസ്ഥമാകും. അതിന് കോടതിയുടെ മേൽനോട്ടത്തിലാണ് സംഭവിക്കുക. കോടതി എടുക്കുന്ന നിലപാടായിരിക്കും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ചർച്ചകളും രാഷ്ട്രീയവാദ പ്രതിവാദങ്ങളും ഹേമ കമ്മിറ്റിയുടെ കണ്ടന്റിനെയോ അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെയോ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നേയില്ല. അല്ല, ഇത് ഒരു പോയിന്റ് കൂടി പറഞ്ഞു പോകാം. ഈ എക്സിക്യൂട്ടീവ് പദവി രാജിവെക്കുന്നത് പോലെയല്ല നിയമസഭയിലെ അംഗത്വം രാജിവെക്കുന്നത്. നാളെ നമ്മൾ എത്ര ലഘൂകരിച്ച് പറഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ഹണി ട്രാപ്പ് അല്ലെന്ന് തെളിഞ്ഞാൽ ഇയാൾക്ക് തിരിച്ച സ്ഥാനത്തേക്ക് വരാൻ പറ്റും. ഒന്നാമത് ഈ ഹണി ട്രാപ്പ് എന്നുള്ള പ്രയോഗം ഞാൻ പിൻവലിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഈ ഇത്തരത്തിൽ ബ്ലാക്ക് മെയിലിംഗ്, ആ ബ്ലാക്ക് മെയിലിംഗ് നടത്തിയതാണെന്ന് കണ്ടെത്തിയാൽ ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിൽ തന്നെ ശരി അല്ലെ, ബ്ലാക്ക് മെയിലിംഗ് ആണെങ്കിൽ തന്നെ എങ്ങനെയാണ് ഈ ബ്ലാക്ക് മെയിലിംഗ് സംഭവിക്കുന്നത്? ആ സംസർഗം എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. എങ്ങനെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുക? പിന്നെ ഈ മുൻ ഭാര്യയുടെ പരാതി ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അവർ പിന്നെയും പ്രതികരിക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുകേഷിന്റെ അച്ഛന് കൊടുത്തൊരു വാക്കാണ്, എൻ്റെ മകനുമായി ബന്ധപ്പെട്ട കേസിന് പോകരുത് എന്നൊരു അഭ്യർത്ഥന അച്ഛൻ വച്ചിരുന്നു എന്നൊരു വാദം കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം കേസിന് പോകരുത്. ഇതൊന്നുമല്ല, നമ്മുടെ പൊതുമണ്ഡലത്തിൽ ആ പ്രതികരണങ്ങൾ ഉണ്ടല്ലോ. ഈ പൊതുമണ്ഡലത്തിലെ പ്രതികരണങ്ങൾ പലതും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അത് പിരിഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ഈ പേഴ്സണൽ കാര്യത്തിലേക്ക് കടക്കേണ്ടതില്ല. പക്ഷേ എക്സിക്യൂട്ടീവ് പദവി രാജിവെക്കുന്നത് പോലെ ലളിതമായി ഒരു MLA സ്ഥാനം രാജിവെച്ച് ധാർമ്മികത തെളിയിക്കണമെന്ന് ശരിയാണോ എന്നാണ്. 1, 2, 3 അല്ല പരാതികൾ. മാത്രമല്ല സിനിമാ മേഖലയുമായി നമ്മൾ ബന്ധപ്പെട്ട് കേൾക്കുന്ന പല കാര്യങ്ങളും, ആ ഉപയോഗിച്ച വാക്കുകളും ഇതൊക്കെ പ്രയോഗങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. ചർച്ച ചെയ്തതുപോലെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത് പോലെ MLA സ്ഥാനം രാജിവെക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, കോടതിയിൽ തിരിച്ചാണ് വിധി ഉണ്ടാവുന്നതെങ്കിൽ ഈ MLA നഷ്ടപ്പെട്ടു പോയ സ്ഥാനം തിരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കണം. അല്ല അരുണ, അതിനകത്ത് ശരിയാണ് വെച്ചാൽ ഈ രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഞാൻ രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമാണ്, ഇടതുപക്ഷ ധാർമ്മികതയുടെയും പ്രശ്നമാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം നിങ്ങൾ രാജിവെക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ, ഒരു പ്രശ്നവും ഇല്ല അതിനകത്ത്. പക്ഷേ നിങ്ങളെക്കുറിച്ച് പൊതുജനം രൂപീകരിക്കുന്ന ഒരു അഭിപ്രായവുമായി ബന്ധപ്പെട്ടാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്. ഇപ്പം സോളാറുമായി ബന്ധപ്പെട്ട് എത്ര അലിഗേഷൻസ് ഉണ്ടായിരുന്നു? MLA മാർക്കെതിരായിട്ട്, ഒരു മന്ത്രിക്കെതിരായിട്ടുണ്ടായിരുന്നല്ലോ, അനിൽകുമാറിനെതിരായിട്ടുണ്ടായിരുന്നു, രാജിവെച്ചിട്ടില്ല. ഒരു MLA രാജിവെച്ചിട്ടില്ല. പക്ഷേ ഒരു സർക്കാർ അങ്ങ് പോയി, ഒരു സർക്കാർ ഇല്ലാതായി. അപ്പം നിങ്ങൾ അതേസമയം അതുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി നേരിട്ട ആരോപണങ്ങൾ എത്ര പ്രൂവലായിരുന്നു. എന്നിട്ട് ഇപ്പം നമ്മൾ അതേക്കുറിച്ച് എന്താ പറയുന്നത്, ഇപ്പം നമുക്കൊരു ദുഃഖവും ഖേദവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ഈ രീതിയിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങൾ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നേരിടാൻ ഇറങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ തന്നെയും ജനങ്ങൾ പിൽക്കാലത്ത് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ആ ചങ്കൂറ്റം കാണിക്കാനുള്ള ധാർമ്മികത ഉണ്ടോ ഇല്ലോ എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. ഇനിയിപ്പം മുകേഷ് രാജിവെക്കണ്ടോ എന്നൊക്കെ ഉള്ളത് മുകേഷ് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും ധാർമ്മികതയ്ക്ക് വിട്ടുകൊടുക്കുന്നു. പ്രശ്നം മുകേഷിലേക്ക് ഈ കാര്യങ്ങളൊന്നും ചുരുങ്ങുന്നില്ല എന്ന് മാത്രവുമല്ല, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു പോയിന്റ് വരാം. ഇനി മുകേഷ് രാജിവെച്ചതുകൊണ്ടും ഈ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. ആണധികാരത്തിന്റെ ഒരു ടൂൾ മാത്രമാണ് അയാൾ. അതിന്റെ തുടക്കക്കാരനുമല്ല, അയാൾ അതിന്റെ സംവിധായകനുമല്ല. ആ വ്യവസ്ഥയെ മാറ്റാൻ നിങ്ങൾക്കൊരു MLA മാറ്റിയതുകൊണ്ട് കഴിയില്ല. നിങ്ങൾ സംരക്ഷിക്കുന്നത് ലൈംഗിക കുറ്റാരോപിതനെയാണ് എന്നതാണ് ഇത് നൽകുന്ന മെസ്സേജ് എന്നുള്ളതാണ്. സാറാ ജോസഫിനെ പോലുള്ളവരും അങ്ങനെ അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ടി പത്മനാഭനെ പോലുള്ളവർ പക്ഷേ MLA സ്ഥാനം
രാജിവെക്കണോ, ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്നുള്ള സ്ഥാനം ഈ രാജിവെക്കണോ എന്നുള്ളതാണ് ധാർമ്മികതയുമായി ചോദ്യം. ബന്ധപ്പെട്ട് മന്ത്രിയുടെ പ്രതികരണം എന്താണ്? സജി ചെറിയാൻ ഈ വിഷയത്തിലൊക്കെ നടത്തിയിരിക്കുന്ന പ്രതികരണം എന്താണ്? ഇന്ന് പോലും നടത്തിയ പ്രതികരണം അത് സർക്കാരിന്റെ സമീപനമാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആൻഡ്രു. അല്ല, ഞാനിത് നിങ്ങൾ പറയുന്നതിന് കണ്ടിന്യൂഷൻ തന്നെയായിട്ട് പറയാം. കേരളത്തിൽ അടുത്ത കാലങ്ങളിലായിട്ട് ഒരു പിന്നെ പുതിയ കീഴ്വഴക്കം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. കാരണം ഈ ലൈംഗിക ആരോപണം നേരിടുന്ന MLA-മാർ ആരും രാജിവെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ രാജിവെക്കാതെ ഇത് മുൻപാണല്ലോ, മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുൻപ് നേരിട്ട ആരോപണങ്ങളിൽ ഒരാൾ പോലും രാജിവെച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് എത്ര MLA-മാർ, പിന്നെ ഒരു MLA ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ പേരിൽ ആരോപണം വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ജോസ് തെറ്റയുടെ പേരിൽ ആരോപണം വന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും ഈ MLA സ്ഥാനം രാജിവെച്ചില്ല. അപ്പോൾ ഈ അരുൺ പറയുന്നതിന് അതൊരു വലിയ കാര്യമുണ്ട്. കാരണം എക്സിക്യൂട്ടീവ് പദവി രാജിവെക്കുന്നത് പോലെ ഈ പറഞ്ഞ MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ MLA-ക്ക് തിരിച്ചു വരാൻ പറ്റുമോ? പക്ഷെ അതിനൊരു വേറൊരു കാര്യം ഞാൻ പറയുന്നത്, ഈ നടിയെ ആക്രമിച്ചിട്ട് കേസുമായി ബന്ധപ്പെട്ട് 2017 ഈ പറഞ്ഞ പിന്നെ WCC വരുന്നതും അതിനുശേഷം കോടതി പിന്നെ മുഖ്യമന്ത്രിയെ കാണുന്നതും ഈ പറഞ്ഞ ഹേമ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തതും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകുന്നതും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇത്രയും കോലാഹലം ഉണ്ടാകുന്നത്. ഈ ഹേമ കമ്മിറ്റി തുറന്നുവിട്ട ഭൂതം ഈ പറഞ്ഞ ഈ പറഞ്ഞ മുകേഷിൽ പോയി ഒതുങ്ങുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗമാണ്. കാരണം ഞാൻ കണ്ടത് ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഹേമ കമ്മിറ്റീനെ കുറിച്ചിട്ട് ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും ചർച്ചയില്ലെന്നല്ല ഞാൻ പറയുന്നത്. ചർച്ചകളും കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ മുകേഷിൽ ഒതുങ്ങുകയാണ്. ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സിദ്ദിഖിൻ്റെ എതിരെ 16 ആരോപണങ്ങൾ നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഹേമ കമ്മിറ്റിയാണ് എൻ്റെ കോഴ്സാണ് മെയിൻ കണ്ടൻറ്റെങ്കിൽ ഈ പറഞ്ഞ 16 ആരോപണങ്ങളും എടുത്ത് ചർച്ച ചെയ്യുകയും അതിൻ്റെ ഭാഗമായി പോവുകയും ചെയ്യുന്നില്ല. പക്ഷേ ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ ആണെങ്കിലും BJP-യുടെ ആണെങ്കിലും ഈ പറഞ്ഞ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ഇരുന്നവർ പോലും പറയുന്നത് ഈ മുകേഷിലേക്ക് ഒതുങ്ങുക എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റീനെ പിന്നെ അതിൻ്റെ എന്താണോ അതിൻ്റെ വിശാലത, അതിൻ്റെ കണ്ടൻറ്റ് അതിനെ ബാധിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ കീഴ്വഴക്കം എന്ന് പറയുന്നത് ഒരു പിന്നെ മുകേഷിനെ രാജിവെച്ച് പുറത്താക്കിയാൽ ഈ പറഞ്ഞ ധാർമ്മികത തിരിച്ചുപിടിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു ധാർമ്മികത നിലപാടൊന്നും ഇപ്പോൾ തൽക്കാലം എടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതൊക്കെ 2 വർഷം കഴിഞ്ഞ് സർക്കാർ തിരിച്ചു വരുമോ വരില്ലയോ എന്നുള്ളതിൽ ബാധിക്കുന്ന കാര്യമാണ് എന്ന് ഇപ്പോൾ സർക്കാർ വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചിന്താഗതി. കാരണം സജി ചെറിയാൻ്റെയൊക്കെ ഇന്നത്തെ പ്രതികരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റേ ഇല്ല. ഞങ്ങളുടെ ധാർമ്മികത രാജിവെക്കണമെന്നുള്ളതൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ഈ പറഞ്ഞ നയരൂപീകരണ സമിതിയിലും മുകേഷ് അംഗമാണെങ്കിൽ ഈ പറഞ്ഞ ധാർമ്മികത വലിയ എത്രയും പെട്ടെന്ന് അദ്ദേഹം രാജിവെച്ച് അദ്ദേഹം തന്നെ ഇത് പറയേണ്ടതാണ്. ഞാൻ രാജിവെച്ച് മാറി നിൽക്കാൻ തയ്യാറാണ് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പറഞ്ഞിട്ട് അതിനുശേഷം കോടതി വിധി. കാരണം ഞാൻ പറയുന്നത് ഇപ്പം നോട്ട് ടു അറസ്റ്റ് പറഞ്ഞല്ലോ. സാധാരണ ഈ പറഞ്ഞ പിന്നെ 371 വകുപ്പും 354 വകുപ്പും ഇടുന്ന സമയത്ത് സാധാരണ ബെയിൽ അങ്ങനെ നോട്ട് ടു അറസ്റ്റ് പറയാറില്ല കോടതി. കാരണം അങ്ങനത്തെ കേസുകൾ സാധാരണ നമ്മൾ കാണുന്നത് അങ്ങനെയാണല്ലോ. പക്ഷേ ഇന്നെന്താ സംഭവിച്ചത്? നോട്ട് ടു അറസ്റ്റ് 5 ദിവസത്തേക്ക് നോട്ട് ടു അറസ്റ്റ് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണ്? ഈ പറഞ്ഞ മുകേഷ് മുൻപോട്ട് വെച്ച വാദങ്ങളിൽ എന്തൊക്കെയോ കഴമ്പുണ്ടെന്ന് കോടതി തോന്നിക്കൊണ്ടാണ് തൽക്കാലം 5 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം. അങ്ങനെ ഒരു കാരണം എടുത്ത സ്ഥിതിക്ക് ഞാൻ പറയുന്നത് ഈ പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന അവരുദ്ദേശിച്ച കാര്യങ്ങളും ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കണമെന്ന് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ ഇനിയും ഈ പറഞ്ഞ വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടാൻ പറഞ്ഞ രേഖകൾ ഇനി 5-6 പേജ് പുറത്തുവിട്ടിട്ടില്ലല്ലോ. അത് പുറത്തുവിടാൻ ആദ്യമേ ഒരു ധാർമ്മികത കാണിക്കണം. അതിൻ്റെ അകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കറിയണ്ടേ, അതിൻ്റെ ഭാഗങ്ങളായിരിക്കും അറിയണ്ടേ. ബാക്കി 53 പേരുടെ മൊഴി അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇപ്പോഴും അടങ്ങിയിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗത്തെന്താ? കാരണം അതും ഈ പറഞ്ഞ ലൈംഗിക ആരോപണം, ഈ പറഞ്ഞ ഡ്രഗ്സും, ഈ പറഞ്ഞ ചൂഷണങ്ങളും, ഈ പറഞ്ഞ സിനിമാലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെയും എല്ലാം ഇപ്പോഴും ഒരു റൂമിൽ ഒരു പിന്നെ ബോക്സിൽ അടച്ചു വെച്ചിരിക്കുകയാണല്ലോ. അത് പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പുറത്തേക്ക് വരാനുള്ള ചർച്ചകൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ സംസാരത്തിൽ നിന്ന് പറയുന്നത് അവർക്ക് ഉചിതമാണെങ്കിൽ രാജിവെക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നതിന് കാരണം എന്താ? രാജിവെച്ചിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. മഹിളാ മോർച്ചേനെയും യൂത്ത് കോൺഗ്രസിനെയും അടിയുണ്ടാക്കി പിന്നെ സമരം ചെയ്യാൻ പറഞ്ഞു വിടുന്നതിനെങ്കിലും എത്രയോ ആർജവത്തോടു കൂടി വേണമെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പ്രതിപക്ഷത്തിന് പറഞ്ഞുകൂടെ മുകേഷ് രാജിവെക്കണം. അങ്ങനെ ഒരു വാക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തുനിന്നോ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നോ നമ്മൾ കേട്ടോ? അത് കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ ഒരു ധാർമ്മികത അവർ ഈ നേരത്തെ ഈ കീഴ്വഴക്കം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത് പാലാണല്ലോ. ആ പാലത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണിപ്പോൾ. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം ഈ കേസിൻ്റെ കാര്യത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഈ പറഞ്ഞ ആരോപണമെല്ലാം 10, 15, 20 വർഷം പുറയിലെന്നുള്ളതാണെന്നേ. ഈ പറഞ്ഞ നടിയെ ആക്രമിച്ച കേസ് 2017 1 വർഷം മുന്നേ വരെയുള്ളതാണെങ്കിൽ കൂടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം. ഇത് പറയുന്നത് 15 വർഷത്തെയും 10 വർഷത്തെയും മുൻപുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ തെളിവുകളും അതിൻ്റെ ആരോപണങ്ങളും കോടതിയിൽ തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അരുൺ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം എന്താണ്
ഈ പറഞ്ഞ ആരോപണം പറയാനുള്ളവർക്കൊരു ധൈര്യം വന്നു എന്നുള്ളതാണ്. ആ ധൈര്യത്തിൽ കുറച്ചാളെങ്കിലും ഇതൊരു മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മുടെ ചർച്ചയിൽ തന്നെ ഇറങ്ങിപ്പോയ ആൾക്കാരില്ലേ, നമ്മുടെ ചർച്ചയിൽ തന്നെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലോ. അവരെ നമ്മൾ എങ്ങനെ കാണാൻ പറ്റും? അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കോഴ്സിനെ ബാധിക്കില്ലേ? ഒരാളെങ്കിലും അതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോരുത്. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗം, ഏതെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു സംവിധാനം ഇതിനെതിരെ തിരിയുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ മുകേഷിൻ്റെ രാജിയിലേക്ക് മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ പറഞ്ഞ കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും ഈ പറഞ്ഞ സിനിമാ ലോകത്ത് അല്ലാതെ പ്രവർത്തിക്കുന്നവർ, ഇപ്പം അമ്മ സംഘടനേനെ മാത്രമാണല്ലോ, ഈ പറഞ്ഞ നടീനടന്മാർ മാത്രമാണോ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ ബാക്കിയുള്ള ഒരു സംഘടനയും പുറകെ ആരും പോകുന്നില്ലല്ലോ. എന്തുകൊണ്ടത് പോകാത്തത്? ഫെഫ്കാന് പുറകെ ആരും പോകുന്നില്ലല്ലോ. ഫെഫ്കാൻ്റെ കീഴിൽ 21 സംഘടനകളുണ്ടല്ലോ, ആരും പോകുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒന്നും പുറകെ പോകാത്തതിന് കാരണം എന്താണ്? ഈ പറഞ്ഞ അവിടെയുള്ള നേതൃത്വം മാറണം എന്ന് പറയാത്തത് എന്താണ്? ഈ പറഞ്ഞ നടീനടന്മാരെ കൊണ്ടു നടന്ന, അല്ലെങ്കിൽ ഈ നടീനടന്മാരെ വെച്ച് അഭിനയിച്ച ഡയറക്ടർമാരുടെ സംഘടനയിലേക്ക് അവർക്ക് ഉത്തരവാദിത്വമില്ല ഇതിന് മേലെ? ഇത് വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസർമാർക്കില്ലേ ഉത്തരവാദിത്വം? ഇത് ഈ നടന്മാർ മാത്രമേ ഉള്ളൂ? ഇത് ഈ ലൈംഗിക ചൂഷണം മാത്രമായി ഒതുക്കാനാണോ ഇതിൻ്റെ പ്ലാൻ? അപ്പോൾ ഇങ്ങനെയല്ലാതെ ഇതിന് വലിയ ഇത് സത്യം പറഞ്ഞപ്പോൾ എന്താ നടക്കുന്നതെന്നറിയോ? ഗവൺമെൻറ് മിണ്ടുന്നില്ല, പ്രതിപക്ഷം മിണ്ടുന്നില്ല. കുറേ നമ്മളെല്ലാവരും, ആ മാധ്യമങ്ങളെല്ലാവരും ഈ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും പുറകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് ഞങ്ങളെടുത്ത് കൊടുക്കണോ എന്ന് നോക്കി നടക്കുകയാണ്. ഇപ്പോൾ അത് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കൊടുക്കുന്നതിന് കാരണം എന്താ? നമുക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണമെന്നും, ഈ സിനിമാ ലോകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നും, ഈ പറഞ്ഞ നടിയെ ആക്രമിച്ച പോലെയുള്ള ഒരു പ്രശ്നം ഇനി അങ്ങോട്ട് ഉണ്ടാവാൻ പാടില്ല എന്നും, ഈ നടിയെ ആക്രമിച്ച പോലത്തെ ഒരു പ്രശ്നം ഇനി ലൈഫിൽ ഉണ്ടാവരുന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ മാധ്യമങ്ങളും ഇവിടുത്തെ ഇതിനുമായിട്ട് എതിരെ നിൽക്കുന്ന എല്ലാവരും ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. പക്ഷേ ഒരാൾ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ആത്മാർത്ഥമായിട്ടൊരു വാക്ക് ഈ സമയം വരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ മുകേഷിൻ്റെ കൂടെ തന്നെയാണ് പാർട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, സുജയ. പാർട്ടി കുടയും പിടിച്ചു കൂടെയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെയിൽ പോലും കൊള്ളരുത് മുകേഷ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ. കാരണം ഇപ്പോൾ 67 വയസ്സുള്ള മുകേഷ് 52ാമത്തെ വയസ്സിലെ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പഴിയെല്ലാം കേൾക്കുന്നത്. 52 വയസ്സായിരിക്കണമല്ലോ, 15 വർഷം മുൻപ് 2009 സംഭവം നടന്നതെന്ന് പരാതിക്കാരിയും മുകേഷും സ്ഥിരീകരിക്കുന്നുണ്ട്. ആദ്യമായി അവർ കണ്ടത് അന്നാണ്, 2009 കലണ്ടർ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് എന്ന് പരാതിക്കാരി പറയുന്നു. മുകേഷ് പറയുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഫോട്ടോ ആൽബവുമായി വന്നപ്പോഴാണ്. അപ്പോൾ അന്ന് ഫോട്ടോ ആൽബം തനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പരാതിക്കാരി പറയുന്നു. അതൊക്കെ അന്വേഷണ സംഘം തെളിയിക്കട്ടെ. ആ കാര്യങ്ങളിലൊക്കെ പൊരുത്തക്കേടുണ്ടെങ്കിലും 2009 എന്ന് പറയുന്ന വർഷം മാച്ച് ചെയ്യുന്നുണ്ട്. 2009 പരിചയപ്പെട്ടതെന്ന് ഇരുവരും പറയുന്നുണ്ട്. അന്ന് മുകേഷ് അന്ന് 52 വയസ്സാണ് പ്രായം, ഇപ്പോൾ 67 വയസ്സായി. 4 പതിറ്റാണ്ട് നീളുന്ന ഒരു സിനിമാ ജീവിതത്തിനിടയിൽ മുകേഷിൻ്റെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും, അദ്ദേഹത്തിലെ കലാകാരനെ ഇഷ്ടപ്പെടുന്ന ആളുണ്ടാകും. അദ്ദേഹം തന്നെ വിശദീകരണത്തിൽ പറയുന്നത് ഞാനൊരു കലാകാരനാണ്, എൻ്റെ കുടുംബത്തിൽ കലയെ സ്നേഹിക്കുന്ന ആളുകളാണ് എല്ലാവരും എന്നൊക്കെ പറഞ്ഞുള്ള വിശദീകരണമാണ്. പക്ഷേ കലയും ഈ കലാപവും രണ്ടാണ്. അപ്പോൾ ഇവിടെ നടന്നത് ഒരു കലാപ്രവർത്തനമൊന്നുമല്ല. അപ്പോൾ കലയുമായി ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. ഇവിടെ ലൈംഗികാതിക്രമ ആരോപണമാണ് ഉയർന്നത്. അതിൽ കേസെടുത്ത പശ്ചാത്തലമാണ്. ആ കേസെടുത്ത പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ മുകേഷ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനായി നിയമപരമായുള്ള എല്ലാ വഴികളും അദ്ദേഹത്തിന് തേടാം. ആ നിരപരാധിത്വം തെളിയിക്കുന്ന ആ ഒരു ബാധ്യത പാർട്ടി ഇപ്പോൾ മുകേഷിന് തന്നെ കൊടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ പാർട്ടിക്ക് എതിരഭിപ്രായം ഉണ്ടാകാം. മുകേഷ് ചെയ്ത, അല്ലെങ്കിൽ മുകേഷ് സർക്കാരിന് വരുത്തി വെച്ചിരിക്കുന്ന, പാർട്ടിക്ക് വരുത്തി വെച്ചിരിക്കുന്ന ഈ വലിയൊരു നാണക്കേട് അത് പാർട്ടിക്കൊരു ബാധ്യതയാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ പരസ്യമായി തള്ളി പറയില്ല. കാരണം പരസ്യമായി തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ട വിഴുപ്പലക്കലിലേക്ക് പാർട്ടിയും കൂടി ചേരുന്നു. അതിന് പാർട്ടിയാണ് അപ്പോൾ അവിടെ കൂടുതൽ മോശമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പരമാവധി മുകേഷിനുള്ള സഹായങ്ങൾ പാർട്ടിയിൽ നിന്ന് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, 2 ചേരിയായി ഇപ്പോൾ അഭിപ്രായ രൂപീകരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തെ പിന്തുണച്ച് എഴുതിക്കൊണ്ടിരുന്ന ആളുകൾ, അതായത് സൈബർ ഇടങ്ങളിൽ എഴുതിക്കൊണ്ടിരുന്ന ആളുകൾ പോലും മുകേഷ് ചെയ്ത ഈ കാര്യത്തെ ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ മുകേഷിനെതിരെ ഉയർന്ന ആരോപണത്തിൽ മുകേഷ് ഈ MLA സ്ഥാനത്ത് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിലൊക്കെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു എന്ന ഒരു സ്റ്റാൻഡാണ് അങ്ങനെയുള്ള ആളുകൾ പോലും എടുക്കുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ MLA-മാരായ വിൻസെന്റിനെയും എൽദോസ് കുന്നപ്പള്ളിയെയും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നടത്തുന്ന പ്രതിരോധം, ആ പ്രതിരോധത്തെക്കുറിച്ച് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അതിൽ എനിക്കൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. എപ്പോഴും കോൺഗ്രസിനെ കുറിച്ച് എന്ത് ആരോപണം ഉയർന്നാലും, സോളാർ ആയാലും ഏത് വിഷയമായാലും, മറ്റ് സോളാർ പീഡന കേസുകളൊക്കെ ഉയർന്നപ്പോഴായാലും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? കോൺഗ്രസിന് ഒരു ധാർമ്മികതയുമില്ല. പക്ഷേ ഇപ്പോൾ CPIM നോക്കി പഠിക്കുന്നത് ആരെയാണ്? ധാർമ്മികതയില്ല എന്നവർ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ ധാർമ്മികതയാണ് ഇപ്പോൾ CPIM-ന്റെ ധാർമ്മികതയുടെ അളവുകൾ. അതങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ.
അത് രണ്ടും തമ്മിൽ മാച്ച് ആവുന്നില്ല. അല്ല എങ്കിൽ CPM പറയണം കോൺഗ്രസ് ചെയ്യുന്നതൊക്കെ റിപ്പീറ്റ് ചെയ്യാനാണ് ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നതെന്ന്. അതിനല്ല ജനം അവരെ അധികാരത്തിലേക്ക് ഏറ്റിയത് എന്നുള്ളത് CPM മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. ഇവിടെ ആദർശമുണ്ട്, പ്രത്യയശാസ്ത്രമുണ്ട്, ഞങ്ങൾ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പിൻപറ്റുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് അവരുടെ 2 MLA-മാരെയും സമാനമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പ്രൊട്ടക്ട് ചെയ്തു. അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ MLA പ്രൊട്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വള്ളിയിലാണ് ഇപ്പോൾ പിടിച്ചു തൂങ്ങിക്കിടക്കുന്നത്. ആ വള്ളി പൊട്ടിപ്പോകും, ഉറപ്പായും പൊട്ടിപ്പോകും. കാരണം അത് നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഇത് CPM-ന് ഒരിക്കലും പറഞ്ഞു നിൽക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇവിടെ നോക്കൂ, ഈ പീഡന കേസിൽ ഒളിവിൽ പോയ എൽദോസ് കുന്നപ്പള്ളി MLA അന്ന് എവിടെയാണ് എന്ന് അറിയില്ല എന്നാണ് വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും പറഞ്ഞത്. അതുപോലെ തന്നെയുള്ള പ്രതികരണമല്ല ഇന്ന് നമ്മൾ EP ജയരാജനിൽ നിന്ന് കാണുന്ന. മുകേഷ് എവിടെയാണെന്ന് അയാളോട് പോയി ചോദിക്കൂ, ഒളിവിലാണോ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണെന്ന് അയാളോട് പോയി ചോദിക്കൂ എന്നാണ് മാധ്യമപ്രവർത്തകരോട് EP ജയരാജൻ ഇന്ന് പ്രതികരിച്ചത്. അതുപോലെ തന്നെയാണ് VD സതീശനും K സുധാകരനും പ്രതികരിച്ചത്. അപ്പോൾ ആ കാര്യത്തിൽ അവരെന്തായാലും ഈക്വലായി. 2:1 ആണ് ഇപ്പോൾ ടാലി. ഒന്നുകൂടി വരണം, ഒരാരോപണം കൂടി വന്നാലേ ഈക്വൽ ആവുകയുള്ളൂ. 2:1 ആണ് ഇപ്പോഴത്തെ ടാലി എന്ന് പറയുന്നത്. വിൻസെന്റിന്റെ കേസിലാകട്ടെ വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, ഭീഷണിപ്പെടുത്തൽ പുറത്തു വന്നു, അങ്ങനെ ഒരു സീരീസ് ഓഫ് ഇവന്റ്സ് ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു സ്ത്രീ വെളിപ്പെടുത്തൽ നടത്തുന്നു. ആദ്യം അവർ സോഷ്യൽ മീഡിയയിലാണ് ഇടുന്നത്, ഒരു പോസ്റ്റ് ഇടുന്നു, അത് കഴിഞ്ഞ് മാധ്യമങ്ങളിൽ വന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നു, അതിനുശേഷം ഔദ്യോഗികമായി പരാതി നൽകാൻ അവർ തയ്യാറാകുന്നു. ഇനിയിപ്പോൾ അവർ നടത്തുന്നത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് തന്നെ കണ്ടെത്തുന്നു എന്ന് വെക്കുക. പക്ഷേ അത് കണ്ടെത്തുന്നത് വരെ അവർ ഉന്നയിച്ച ആരോപണം അതൊരു പരാതിയായി നിലനിൽക്കുകയാണ്. അതാണ് നമ്മൾ മുന്നിൽ കാണേണ്ട വസ്തുത. ആ പരാതിയിന്മേൽ അന്വേഷണം നടക്കുകയും ആ പരാതിയിൽ ഈ ആരോപണ വിധേയൻ കുറ്റാരോപിതനായ മുകേഷ് MLA ഗിൽറ്റിയാണെന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്യണം. ആ പ്രൂവ് ചെയ്യപ്പെടുന്നത് വരെ അയാൾക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരമുണ്ട്. അത് മുകേഷ് സ്വന്തം നിലയ്ക്ക് ചെയ്യണം എന്നുള്ളതാണ് പാർട്ടി നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം CPIM-ന്റെ കൊല്ലം ജില്ലാ ഘടകവുമായി മുകേഷ് അത്ര നല്ല ബന്ധത്തിലൊന്നും അല്ല എന്നത് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ്. കാരണം ഇതുവരെ കൊല്ലം ജില്ലാ ഘടകത്തിൽ നിന്ന് മുകേഷിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഇന്നിപ്പോൾ EP ജയരാജനൊക്കെ നടത്തിയതുപോലെ, സജി ചെറിയാൻ നേരത്തെ നടത്തിയതുപോലെ അങ്ങനെയുള്ള ഒരു പ്രതികരണവും CPIM-ന്റെ കൊല്ലം ജില്ലാ ഘടകത്തിൽ നമ്മൾ കാണുന്നില്ല. അത് എതിർ പ്രതികരണം വന്നിട്ടുമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ CPIM-ന്റെ കൊല്ലം ജില്ലാ ഘടകമാണല്ലോ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടതും പാർട്ടിക്ക് അദ്ദേഹം എത്രത്തോളം ആവശ്യമാണ് എന്ന് വിലയിരുത്തേണ്ടതും. അപ്പോൾ ആ ജില്ലാ ഘടകത്തിന് അതൃപ്തിയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം മുകേഷ് പാർട്ടിയുമായി സഹകരിക്കുന്നില്ല എന്ന വിമർശനം ഇപ്പോൾ ഉയരുന്നതല്ല, നേരത്തെ മുതൽ തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പാർട്ടി എന്നെ പിന്തുണച്ചില്ല ലൈംഗികാരോപണം വന്നപ്പോൾ എന്നാണ് മുകേഷ് കഴിഞ്ഞ ദിവസം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചതായി നമ്മൾ വാർത്തകളിൽ കണ്ടത്. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുണ്ടായ വേളയിൽ അപ്പോഴൊക്കെ മുകേഷിന്റെ വിമർശനം എന്തായിരുന്നു? പലയിടങ്ങളിലും സജീവമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജില്ലാ ഘടകത്തെ പഴിചാരുകയായിരുന്നു. സ്വന്തം തോൽവിയായല്ല കണ്ടത്. ഞാൻ നന്നായി പെർഫോം ചെയ്യുമായിരുന്നു, ജയിപ്പിച്ചു വിട്ടാൽ. പെർഫോമൻസ് അല്ല, പൊളിറ്റിക്കൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ടാക്കിയെടുക്കുകയാണ്. അതിന് ഈ ആരോപണങ്ങളൊക്കെ പേര് നിൽക്കുന്ന ഒരാൾക്ക് ഇനി എത്ര കാലം കഴിയും? ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇതേ ആളെ തന്നെ റിപ്പീറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ 2 വട്ടം MLA ആയി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആനമണ്ടത്തരമായിരിക്കും, ജയിക്കാനേ പോകുന്നില്ല, വലിയ തോൽവിയായിരിക്കും നേരിടാൻ പോവുക. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഈ സീറ്റ് CPM-ന് നഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അതിനകത്ത് ഇനി ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം മുകേഷ് അവകാശപ്പെടുന്നത് പോലെയുള്ളൊരു പെർഫോമൻസ് ഒന്നും അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ സംരക്ഷിച്ചാൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് CPIM-ന്റെ കൊല്ലം ജില്ലാ ഘടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ഘടകത്തിന് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. നാളെ ഇപ്പോൾ എന്തായാലും സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അതിൽ ഇക്കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്യാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. CPI രാജിവെക്കണം എന്നുള്ള നിലപാടാണ് ഏകദേശം ഒരു വൈകുന്നേരം 4 മണി വരെ എടുത്തത്. അത് കഴിഞ്ഞപ്പോഴേക്കുമാണ് പതിയെ ആ നിലപാട് മാറ്റം. അത് CPIM-നെ പ്രതിരോധത്തിലാക്കേണ്ട എന്ന് കരുതിക്കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ അവർക്ക് പ്രതിഷേധമില്ലാഞ്ഞിട്ടല്ല. ആനി രാജയും അതുപോലെ തന്നെ പ്രകാശ് ബാബുവും ഒക്കെ പറഞ്ഞത് തന്നെയാണ് പാർട്ടിയുടെ നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ബിനോയ് വിശ്വം മയപ്പെടുത്തിയത് CPIM-നെ ഞങ്ങൾ കൂടി പ്രതിരോധത്തിലാക്കേണ്ട എന്ന് കരുതിക്കൊണ്ട് എടുക്കുന്ന ഒരു അങ്ങനെയുള്ള ഒരു ഡിഫൻസ് മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള നീക്കത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ടുള്ള നീക്കത്തെക്കുറിച്ച് ഈ അഭിഭാഷകൻ ജോ പോൾ, മുകേഷിൻ്റെ അഭിഭാഷകൻ ജോ പോളാണ് ഇന്ന് എറണാകുളം സെഷൻസ് കോടതിയിൽ ഈ കേസിൽ അപ്പിയർ ചെയ്തത്. അപ്പോൾ 3-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. 2-ാം തീയതി വീണ്ടും ഈ കേസ് പരിഗണിക്കും. അതിൽ അഡ്വക്കേറ്റ് ജോ പോൾ പറയുന്നത് ഇലക്ട്രോണിക് തെളിവുകൾ ഞങ്ങളത് സമർപ്പിച്ചിട്ടുണ്ട്. മുകേഷിൻ്റെ കൈവശം കുറേ തെളിവുകളുണ്ട്. ആ തെളിവുകൾ പോയി എടുക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ തെളിവുകളൊക്കെ അദ്ദേഹത്തിന് തപ്പിയെടുക്കണമായിരിക്കാം. എന്തായാലും ഈ പരാതിക്കാരിയെ പരിചയമുണ്ട് എന്നുള്ള വസ്തുത അറിഞ്ഞോ അറിയാതെയോ മുകേഷ് തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇവരൊരു ബ്ലാക്ക് മെയിലിംഗുകാരിയാണ് എങ്കിൽ പോലും, അത് മുകേഷിൻ്റെ വാദമാണ്, ഞാനതിനെ ആവർത്തിക്കുകയല്ല, ബ്ലാക്ക് മെയിലിംഗുകാരി ആണെങ്കിൽ പോലും ഈ സ്ത്രീയുമായി നല്ല പരിചയമുണ്ട് മുകേഷിന് എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതിനി അദ്ദേഹത്തിന് മാറ്റി പറയാൻ കഴിയില്ല. നോക്കൂ, നേരത്തെ ടെസ്സിൻ്റെ കാര്യത്തിൽ പരാതി വന്നപ്പോൾ, ടെസ്സിൻ്റെ ആരോപണം വന്നപ്പോൾ എനിക്ക് അറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈമലർത്തുന്ന മുകേഷ് 2009 മുതൽ ഇവരെ പരിചയമുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. 2009 പരിചയപ്പെട്ടു, 2022 നമ്മൾ ശ്രദ്ധിക്കണം, 2009 പരിചയപ്പെട്ടു, 2022 പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബ്ലാക്ക് മെയിലിംഗ്. അപ്പോൾ ഇതിനിടയിലുള്ള 13 വർഷം ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആര് വിശ്വസിക്കാനാണ്?
മുകേഷ് തന്നെ അദ്ദേഹത്തിന്റെ കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2009 പരിചയപ്പെട്ടയാൾ 2022 പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക്മെയിൽ നടത്തുമ്പോൾ 13 വർഷം ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ വന്ന് പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ അത് ആരോടും പറയാതെ മൂടി വെച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. മുകേഷ് പറയുന്നതാണ്, നമ്മൾ പറയുന്നതല്ല. വർഷങ്ങൾക്ക് ശേഷം ഒരാൾ വന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ ആ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന്റെ ബേസ് എന്താണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലാക്ക്മെയിലിംഗ്? അത് ജനം ചോദിക്കില്ലേ, തിരിച്ചു ചോദിക്കില്ലേ? അതിനൊന്നും മറുപടിയില്ല മുകേഷിന്. ഇവിടെ നമ്മുടെ ഒരു ഈ പരാതിക്കാരി പറയുന്നത് എന്താണ്, പണം ചോദിച്ച് ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തെങ്കിൽ ആ തെളിവ് പുറത്തുവിടൂ, തെളിവുണ്ടെങ്കിൽ പുറത്തുവിടൂ, ബ്ലാക്ക്മെയിൽ ചെയ്തതിന്റെ എവിഡൻസ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് മെസ്സേജസ് അല്ലേ പുറത്തുവിടൂ. ഒന്നും പുറത്തുവിടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കോടതിയിൽ ഇലക്ട്രോണിക് തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നു. മുഖ്യമന്ത്രിയുടെ അടുത്തും ഇതേപോലെ തന്നെ നടിയെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാക്ക്മെയിലിംഗുകാരിയാണ് എന്ന് മുഖ്യമന്ത്രിയെയും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പണം തട്ടാനുള്ള ശ്രമം നേരത്തെയും നടന്നു എന്നൊക്കെ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 15 വർഷത്തിന്റെ ഒരു ഇടവേള എന്ന് പറയുന്നത് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ചെറിയ കാര്യമല്ല. അതിനിടയിൽ ഒരു കോൺടാക്റ്റും ഉണ്ടായിരുന്നില്ല എന്ന് മുകേഷ് പറഞ്ഞാൽ അത് പൊളിക്കാനുള്ള തെളിവുകൾ പരാതിക്കാരിയുടെ കയ്യിലുണ്ട്. പരാതിക്കാരിയും തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രഹസ്യമൊഴി കൊടുക്കാൻ അവർ പോവുകയാണ്. ഈ തെളിവുകൾ ഞാൻ കൈമാറിയിട്ടുണ്ട് എന്ന് അവർ ആവർത്തിച്ച് പറയുമ്പോൾ ഇതിൽ ഈ ആരോപണം, അതായത് തിരിച്ചുള്ള ആരോപണം, ബ്ലാക്ക്മെയിലിംഗുകാരിയാണ്, മോശക്കാരിയാണ് എന്ന് പറയുന്നത് അവരെ അതിജീവിതയായ അവരെ മാനസികമായി തളർത്താനുള്ളതെന്നാണ് അവർ പറയുന്നത്. ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടെയല്ല നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ മുകേഷ് നിരപരാധിയാണെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കട്ടെ. കാരണം ആരോപണം ഉയർന്നിട്ടുണ്ട്, അതൊരു കേസായി മാറിയിട്ടുണ്ട്. അതിലെ അതിജീവിതയായ വ്യക്തി കൃത്യമായി പോലീസിന് മുന്നിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം അവർ തെളിവുകളും കൈമാറിയിരിക്കുന്നു. മറുഭാഗത്ത് നിന്ന് മുകേഷ് പറയുന്നു എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന്. അപ്പോൾ ആ തെളിവുകളും തമ്മിൽ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ. അതുവരെ മുകേഷ് നിരപരാധിയാണ് എന്ന് ആമുഖമായി തന്നെ പറയാൻ എന്തോ എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സ്ത്രീയാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. അത് അവരെ ലൈംഗികമായി ഉപദ്രവിച്ചു, ഉപയോഗിച്ചു എന്ന് തന്നെയാണ്. അതിനുള്ള തെളിവുകൾ അവർ കൈമാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കൊപ്പം നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നത് തന്നെയാണ് എൻ്റെ സ്റ്റാൻഡ്. ഇക്കാര്യത്തിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണോ എന്നുള്ളത് ആ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. കാരണം ആ പാർട്ടിയുടെ MLA ആണ്. ആ പാർട്ടി തന്നെ ഇങ്ങനെയുള്ള ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജനം ആ പാർട്ടിക്കൊപ്പം നിൽക്കില്ല എന്നുള്ളത് ആ പാർട്ടി തിരിച്ചറിയണം എന്നത് മാത്രമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. രാത്രി വൈകി ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. രാത്രി വൈകി ഫോൺ വിളിച്ച ഒരു മുകേഷിനെ ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോഴാണ് ഈ അന്തസ്സ് വേണം എന്ന് പറഞ്ഞ പ്രയോഗം വരുന്നത്. അപ്പോൾ രാത്രി വൈകി ഫോൺ വിളിച്ച ആളെ ചീത്ത വിളിച്ച മുകേഷ് ബ്ലാക്ക്മെയിൽ ചെയ്ത ആൾക്കെതിരെ 2 വർഷമായിട്ടും ആരോടും പറയാതെ, ഒന്ന് ഫോൺ വിളിച്ചാൽ കേസെടുക്കുമല്ലോ, ആരെയും ഒന്നും അറിയിക്കാതെ ഈ തുടർന്ന മൗനം എന്തിനാണ്? അല്ലെങ്കിൽ ആ ബ്ലാക്ക്മെയിലിംഗുകാരിക്കെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് ആദ്യമേ കേസ് കൊടുക്കാമായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ ഈ സംഭവമേ ഉണ്ടാകില്ല, ഈ സ്ത്രീ രംഗത്ത് വരികയുമില്ല. അപ്പോൾ അവിടെയും തയ്യാറാകാത്തതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അപ്പുറത്തും പരാതിയുണ്ട്, ഇപ്പുറത്തും പരാതിയുണ്ട്, അപ്പുറത്തും ആരോപണ വിധേയരുണ്ട്, ഇപ്പുറത്തുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇന്ത്യ മുന്നണി കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉണ്ണി സാർ നോക്കണ്ട, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇന്ത്യ മുന്നണി തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ ഇവിടെ നടക്കുന്നത്. അപ്പുറത്ത് രണ്ട് ഇപ്പുറത്തൊന്ന്. സുരേഷ് ഗോപി അവിടെ നിൽക്കട്ടെ. BJP എന്ന പാർട്ടിയുടെ അഭിപ്രായം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ അഭിപ്രായം എന്നതുകൂടി ഞാൻ ഇവിടെ പറയുന്നു. അപ്പൊ പിന്നെ കേന്ദ്രമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം, മുകേഷിന്റെ സുഹൃത്തായിരിക്കും. അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ BJP ആയതുകൊണ്ടല്ല എനിക്ക് വോട്ട് ചെയ്തതെന്ന്. അപ്പൊ കേന്ദ്രമന്ത്രി BJPയുടെ കേന്ദ്രമന്ത്രിയല്ലേ? BJP എന്ന പാർട്ടിയുടെ ടിക്കറ്റിലാണ് മത്സരിച്ചത്. നിങ്ങൾക്കിപ്പോ എന്ത് പറയുമ്പോഴും ഒന്നും മാഡം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വിശാലമായ രാഷ്ട്രീയത്തെ കുറിച്ചാണെന്നാണ് എൻ്റെ പക്ഷം. മാത്രമല്ല ഇതിൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെല്ലാവരും ഇതൊന്നും ഓർമ്മിക്കുന്നില്ല, വ്യക്തമല്ല, എപ്പോഴും കണ്ട് പരിചയമുണ്ട്. പക്ഷേ പരാതി പറയുന്ന പല ആളുകളും വളരെ വ്യക്തമായിട്ടാണ് പരാതി പറയുന്നത്. ഏത് സെറ്റിൽ, എവിടെ വെച്ച്, എങ്ങനെ, ഏത് കട്ടിലിൽ, ഏത് ദിശയിൽ, ഏത് ഡയറക്ഷനിലാണ് ഇതൊക്കെ ചെയ്തത്, പറഞ്ഞ വാചകങ്ങൾ പോലും ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും രാഷ്ട്രീയ ധാർമ്മികത ഈ വിഷയത്തിൽ മുകേഷിന് ഒരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല. പക്ഷേ പാർട്ടി നിലപാടെടുക്കേണ്ടത് പാർട്ടിയാണ്. രാജിവെപ്പിക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഞാൻ ഈ പറയുന്നത് പോലെ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുന്നതിനോടൊപ്പം അതിനേക്കാൾ ഒരുപടി മുകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഇത് സിനിമാ മേഖലയിലടക്കമുള്ള അസംഘടിത മേഖലകളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കേണ്ട സമയമാണ്. മുകേഷിനെ രാജിവെപ്പിച്ചാലൊന്നും ഈ പ്രശ്നം അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു സൂചന മാത്രമാണ്, ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ സാധ്യത മാത്രമാണ്, സന്ദേശമാകും. അതെ. പാർട്ടി ഒപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് 5 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. Meet the editors.